റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഭവം മഹാനായ ബുസ്റുബിന് ജിഹാഷ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തൻ്റെ കയ്യിലേക്ക് ഒരൽപ്പം ഉമിനീരെടുത്തു. എന്നിട്ട് ആ ഉമിനീരിനെ തൻ്റെ വിരലിൽ എടുത്തുകൊണ്ട് തുമ്മഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ബുനയ്യ ആദം അന്ന തുഅ്ജിസുനി, ആദം സന്തതി മനുഷ്യ, നിനക്കെങ്ങനെ എന്നെ തോൽപ്പിക്കാനാകും? വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദാ, ഇതുപോലെയുള്ള ഒന്നിൽ നിന്നാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്, അത്രമേൽ ദുർബലനാണ് നീ, നിനക്കെങ്ങനെ എന്നെ തോൽപ്പിക്കാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചുവെന്ന് ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. സഹോദരങ്ങളെ, ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് രൂപപ്പെട്ട നമ്മൾ, ആ ഇന്ദ്രിയത്തുള്ളി എത്രമേൽ നിസാരമാണോ അതിനേക്കാൾ നിസാരരാണ് ജീവിതത്തിലെന്ന് അനുനിമിഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ മഴ വർഷിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഈ മിമ്പറിൽ നിന്ന് എത്രാമത്തെ ആവർത്തിയാണ് നമ്മൾ കേൾക്കുന്നത്? ഓരോ ദിനവും കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതായിരിക്കും ഒരുപക്ഷെ ഈ മഴക്കാലത്ത് വലിയ ദുരന്തമെന്ന് ചിന്തിക്കുമ്പോൾ അതെത്രയോ നിസാരമാണ് എന്ന് തോന്നുന്ന അവസ്ഥകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുർബലരാണ് നമ്മൾ. അതുകൊണ്ട് മനുഷ്യരെ മൊത്തത്തിൽ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ആതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. എല്ലാവരും ഫക്കീറുമാരാണ്. കോടാനുകോടിയുടെ സമ്പത്ത്, ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യരെ നമ്മൾ ഫക്കീറാണ് അല്ലാഹുവിന്റെ മുന്നിൽ. എന്താ നമുക്കുള്ളത്? അമ്പരചുംബിയായ കെട്ടിടം, ഒരു വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം സംവിധാനങ്ങൾ, എത്ര ആഴത്തിൽ നിന്നാണ് അതിന്റെ ഫൗണ്ടേഷന്റെ പണി നമ്മൾ തുടങ്ങിയത്. തകരരുത്, തകർന്നു പോകരുത്, വിള്ളലേൽക്കരുത്, നമ്മുടെ പദ്ധതിയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിമിഷം അല്ലാഹുവിന്റെ തീരുമാനം അങ്ങ് നടപ്പാക്കിയാൽ ദുർബലരാണ് നമ്മൾ. നാം വിചാരിക്കുന്നുണ്ടോ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരുന്ന ഒരു കഷ്ണം ബ്രെഡിന് കൈ നീട്ടുന്നവൻ കഴിഞ്ഞ ഇന്നലകളിൽ ഫക്കീറിന്റെ ലിസ്റ്റിൽ അവൻ ഉണ്ടാകോ? അതുകൊണ്ട് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, പടച്ചവനിലേക്ക് ആവശ്യക്കാരാണ് ഓരോരുത്തരും. നിസ്സാരരാണ്, ദുർബലരാണ്, റബ്ബിന്റെ മുന്നിൽ ആവശ്യക്കാരനാണ് ഞാനെന്ന തിരിച്ചറിവ് ഓരോ നിമിഷവും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. രണ്ടാമത്തെ എന്തെന്നറിയോ? ദൈവവിശ്വാസം വർദ്ധിക്കേണ്ട സമയമാണിത്. പടച്ചവനെ കുറിച്ചുള്ള ബോധ്യവും ചിന്തയും വർദ്ധിതമായ അവസ്ഥയിൽ നമ്മളിൽ ഉണ്ടാകേണ്ട സമയം. ചില ആളുകൾ അവസരം മുതലാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? പ്രേ ഫോർ വയനാട് എന്ന് എഴുതിയിട്ട് ആ പ്രേ അങ്ങ് വെട്ടിയിട്ട് പേ ഓർ ഡൊണേറ്റ്. ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമല്ല, എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്ന ചില ആളുകൾ. സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത് നമ്മൾ എണ്ണിയത് എന്താണ്? ഖദറിലുള്ള വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം ഒരു ഉത്തരമാണ്. ചില മനുഷ്യർ വന്ന് ചോദിക്കാണ്, എന്തേ ഞാൻ മാത്രം ബാക്കിയായത്? എന്തേ ഞാൻ മാത്രം ബാക്കിയായത്? ഒരേ സ്ഥലത്ത് നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വെള്ളം കുടുംബത്തിലെ 5 ആളെ കൊണ്ടുപോയി, ഞാൻ എന്തേ ബാക്കിയായി? ശാസ്ത്രത്തിനെന്താ മറുപടി? ശാസ്ത്രത്തിനെന്താണ് മറുപടി? വിശ്വാസിക്ക് മറുപടിയുണ്ട്. പടച്ചവന്റെ വിധിയാണ് അവിടെ നടപ്പായത്. പടച്ചവന്റെ വിധിയാണ് നടപ്പായത്. ആ വിധിയിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്നതാണ്. എത്ര സുന്ദരമായ, എത്ര സമാധാനം ലഭിക്കുന്ന, എത്ര ആശ്വാസം ലഭിക്കുന്ന ഉത്തരമാണ് സഹോദരങ്ങളെ ഖദറിലുള്ള വിശ്വാസം നമുക്ക് നൽകുന്നത്. പടച്ചവന്റെ തീരുമാനാണിത്. എൻ്റെ ഭാര്യ പോണം, ഭർത്താവ് പോണം, മാതാവ് പോണം, ഓരോന്നും തീരുമാനമാണ്. ഞാൻ ബാക്കിയാകണം, പടച്ചവന്റെ തീരുമാനമാണ്. മുറിഞ്ഞ കയ്യുമായി ഞാൻ ഇനി ജീവിക്കണം, എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. ദൈവവിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആശ്വാസം ലഭിക്കുന്നത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാതും ഖൈറാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലിഅംറിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം എല്ലാം അവന് ഖൈറാൻ. എന്തു സംഭവിച്ചാലും അതിലൊരു ഖൈറുണ്ട്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകണമെന്നില്ല. മഹാനായ ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാം സാധുക്കളായ മനുഷ്യരുടെ ഒരു കപ്പലിന് ഒരു ചെറിയ ന്യൂനത വരുത്തുന്നു. ഒരു ചെറിയ ദ്വാരമിട്ട് അതിനൊരു ന്യൂനതയുണ്ടാക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല, നിങ്ങൾ എന്തിനാണ് ആ സാധുക്കളുടെ കപ്പൽ കേടുവരുത്തിയത്? എന്താ ഉത്തരം? അതിന്റെ പിറകിൽ
ഒരു ധിക്കാരിയായ ഭരണാധികാരി നല്ല കപ്പലുകളെല്ലാം കൊള്ളയടിക്കുന്നുണ്ട്. ഈ ന്യൂനത അവരുടെ കപ്പലുകൾ കൊള്ളയടിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണ്. അറിയില്ല സഹോദരങ്ങളെ, നമുക്ക് പൊളിഞ്ഞു തകർന്നു വീണ ഒരു മതിൽ കെട്ടിപ്പടുക്കുന്നു, കൂലി ചോദിച്ചൂടെ നിങ്ങൾക്ക് എന്ന ചോദ്യം. ഭക്ഷണം തരാത്ത ഒരു ജനതയുടെ മതിൽ നിങ്ങൾ എന്തിനെ കെട്ടിക്കൊടുക്കണം? ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, അതിന്റെ താഴെ സ്വാലിഹായ ഒരു പിതാവ് മക്കൾക്ക് കരുതി വെച്ച ഒരു നിധിയുണ്ട്, അത് മോഷണം ചെയ്ത് നഷ്ടപ്പെടാതിരിക്കുക. നോക്കൂ നിങ്ങൾ, ആ പിതാവ് ആ നിധി വെക്കുമ്പോ എന്ത് സംഭവിക്കും? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെയും മരണത്തിനു ശേഷമാണ് ആ വിധിയിലെ ഖൈർ എന്താണ് എന്ന് ബോധ്യമാകുന്നത്. അതുകൊണ്ട് എല്ലാറ്റിലും ഒരു ഖൈറുണ്ട് എന്ന് തിരിച്ചറിയാൻ, ഖദറിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്താനുള്ള സന്ദർഭമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മൾ ഒരുങ്ങി നിൽക്കണം. അവര് ഇന്നലെ വരെ സ്വപ്നം കണ്ടതല്ലല്ലോ ഇന്നത്തെ ചിത്രം. അതുകൊണ്ട് ഇതൊക്കെ നമുക്കും സംഭവിക്കാവുന്നതാണ്. ഒരുങ്ങി നിൽക്കണം നമ്മൾ. മഹാനായ ഇബ്നു സമ്മാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വല്ലാത്തൊരു ഉപദേശമാണത്. അദ്ദേഹം പറയാണ്, അദ്ദുന്യാ കുല്ലുഹാ ഖലീൽ. മനുഷ്യരെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറച്ചേ ഉള്ളൂ. വല്ലദീ ബഖിയ മിൻഹാ ഖലീൽ. ആ കുറച്ചുള്ള ദുനിയാവിൽ ഇനി ബാക്കിയായത് വളരെ കുറച്ചേ ഉള്ളൂ. ദുനിയാവ് മൊത്തത്തിൽ കുറച്ചേ ഉള്ളൂ. ആദം നബി മുതലുള്ള കാലം കഴിഞ്ഞുപോയില്ലേ? അപ്പൊ ഇനി ബാക്കിയുള്ളതും വളരെ കുറച്ചേ ഉള്ളൂ. വല്ലദീ ലക മിനൽ ബാഖി ഖലീൽ. ഈ ആകെ ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ, അതിൽ നിന്ന് നിനക്ക് വളരെ കുറച്ചേ കിട്ടാനുള്ളൂ. വലം യബ്ഖാ മിൻ ഖലീലിക ഇല്ലാ ഖലീൽ. നിനക്ക് കിട്ടാനുള്ള കുറച്ചില്ലേ, അതിലിനി കുറച്ചേ ബാക്കിയുള്ളൂ. വല്ലാത്ത ഉപദേശമല്ലേ അത്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറുത്, അതിലിന് ബാക്കി നിൽക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ആ മൊത്തത്തിൽ ബാക്കിയുള്ള കുറച്ചിൽ നിന്ന് നിനക്ക് കിട്ടിയത് വളരെ കുറവാണ്. ആ നിനക്ക് കിട്ടിയ കുറവിൽ തന്നെ ഇനി അനുഭവിക്കാനുള്ളത് വളരെ ചെറുതേ ഉള്ളൂ. അത്ര നിസ്സാരമാണ് ദുനിയാവ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ സഹോദരങ്ങളെ, ന്യൂസും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ ജമാഅത്ത് കിട്ടുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഉണ്ടോ? 300 പിന്നിട്ടു. കിട്ടിയ മയ്യത്തുകളുടെ എണ്ണം 300 പിന്നിട്ടു. വേദന പങ്കുവെച്ചവരെ ഇന്നത്തെ സുബഹി നമ്മൾ പള്ളിയിലുണ്ടോ? പള്ളിയിലുണ്ടോ? നമ്മൾ ദുർബലത ബോധ്യപ്പെട്ടിട്ട് പടച്ചവനിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റിയോ? കിലോമീറ്ററുകളാണ് വെള്ളം സഞ്ചരിച്ചത്. നാം വിചാരിക്കുന്നുണ്ടോ പരിസരത്തൊന്നും കുന്നും മലയൊന്നും കാണാനില്ല, സുരക്ഷിതരാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പടച്ചോന്റെ തീരുമാനം അല്ലെ? ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞതിന്റെ ചിത്രം കണ്ടവരെ, മൊബൈലിലെ അശ്ലീലമായ കാഴ്ചകളെ എടുത്തൊഴിവാക്കി ശുദ്ധമാക്കിയോ നമ്മളുടെ ജീവിതത്തെ? സക്കാത്തൊന്ന് കണക്ക് കൂട്ടിയോ? സ്വതക്ക് കൊടുക്കേണ്ടത് മാറ്റിവെച്ചോ? എങ്ങോട്ടാണ് ഇനി നമ്മൾ കാത്തു നിൽക്കുന്നത്? അവർക്ക് മാത്രം, അവരും നമ്മളും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരുങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പടച്ചവനിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ثم توفى كل نفس ما كسبت وهم لا يظلمون. ചെയ്തു വെച്ചതാണ് പടച്ചവൻ അവിടുന്ന് തരിക. ആരോടും അനീതി ഉണ്ടാവില്ല. ചെയ്തതെന്തേ അതേ തരുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറച്ചും കൂടി ഒക്കെ നിസ്കാരത്തിൽ ഒരു ആത്മാർത്ഥത വരേണ്ട സമയമാണ്. കുറച്ചും കൂടെ ഒക്കെ രാത്രി ഒന്ന് എഴുന്നേറ്റ് പടച്ചവന്റെ മുന്നിൽ ഒന്ന് കൈകെട്ടി പ്രാർത്ഥിക്കാൻ മനസ്സ് പാകപ്പെടേണ്ട സമയമാണിത്. ഹലാലും ഹറാമും നോക്കാത്ത യാത്ര ഒന്ന് പുനരാലോചിക്കേണ്ട സമയമാണിത്. അല്ലേ? ചാക്കിൽ കെട്ടിവെച്ച സ്വർണ്ണാഭരണം കിട്ടുന്നു, ആരുടേതാണ്? ഏറ്റുവാങ്ങാൻ ആരാ ഉള്ളത്? എവിടേക്കാണ് ഈ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഓടുന്നത്? അതുകൊണ്ട് ചിലതൊക്കെ ജീവിതത്തെ എഡിറ്റ് ചെയ്യാനുള്ള സമയമാണ്, ഒരുങ്ങി നിൽക്കേണ്ട സമയമാണ് ഞാനുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നാലാമത്തെ കാര്യം, പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഇനിയെങ്കിലും കഴിയണം. ആരായിരിക്കും സഹോദരങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുക? ആരായിരിക്കും മയ്യത്ത് കുളിപ്പിക്കുക? ഭാര്യയായിരിക്കോ? ഭർത്താവായിരിക്കോ? 25 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വയനാട്ടിലെ 10-30 ജനാസകൾ, 10-30 മയ്യത്തുകൾ നിലമ്പൂരിലേക്ക് എത്തിയത്. ആരാ കുളിപ്പിച്ചത്? ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, പേരറിയാത്തവർ. എന്താ കിട്ടിയത്? ഒരു കാല്, ഒരു കയ്യ്. അത് കുളിപ്പിച്ച് കഫം ചെയ്തത് ജനിച്ചിട്ടിന്ന് വരെ കണ്ടിട്ടില്ലാത്തവർ. ആരായിരിക്കും? അതുകൊണ്ട് എങ്ങോട്ടാ സഹോദരങ്ങളെ ഈ പിണക്കങ്ങൾ? ഒരു മെസ്സേജ് കണ്ടില്ല, ഒരു സഹോദരിയുടെ മെസ്സേജ്. ഉമ്മ നഷ്ടപ്പെട്ട ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. നൊന്തുപെറ്റ മക്കളില്ലേ, പോറ്റി വളർത്തുന്ന മക്കൾ,
നാം കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാൾ നമ്മുടെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഉണ്ടോ? എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒരു പെണ്ണ് യാത്ര ചെയ്തു വരുമെന്ന് ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യരെ? ഒരുപക്ഷെ കൈക്കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നത് അയൽവാസിയായിരിക്കും. അയാളോടാണ് ഒരു പ്ലാവിന്റെ കൊമ്പിന്റെ പേരിൽ 10 കൊല്ലമായി നമ്മൾ തെറ്റി നിൽക്കുന്നത്, അല്ലേ? പിണക്കങ്ങൾ മറക്കാനുള്ള സമയമാണിത്. ഉമ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി? ഉപ്പാനെ കണ്ടിട്ട് എത്ര ദിവസമായി? എളപ്പാന്റെയും മൂത്താപ്പാന്റെയും വീട്ടിലെത്തിയിട്ട് എത്ര ദിവസമായി? എങ്ങോട്ടാ സഹോദരങ്ങളെ കാത്തു നിൽക്കുന്നത്? ബോഡി പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറുകയാണ്. ഈ മിമ്പറിൽ നമുക്ക് ദീർഘകാലം ഉപദേശം തന്ന നമ്മുടെ ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ കുടുംബത്തിലെ 5 ആളെ കാണാനല്ല, 3 ആള് മരിച്ചിട്ടുണ്ടെന്ന് വിവരം കിട്ടി. 2 ആളെ തെരഞ്ഞുകൊണ്ടിരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെരയും നമ്മൾ. ആ തെരഞ്ഞു കിട്ടുന്ന മയ്യത്തിൻ്റെ മുന്നിൽ എളാപ്പയാണ്, മൂത്താപ്പയാണ്, ജ്യേഷ്ഠനാണ്. ബന്ധം പുതുക്കാനാവോ? കെട്ടിപ്പിടിക്കാനാകോ? മയ്യത്തൊന്ന് കാണാൻ പോലും പറ്റുമോ? കാണാനൊരു മയ്യത്ത് കിട്ടുമോ? കൈയാണ്, കാലാണ്, ഉടല് നഷ്ടപ്പെട്ട തലയാണ് നമ്മുടെ സഹോദരങ്ങൾ തുണിസഞ്ചികളിൽ എടുത്തു കൊണ്ടുപോകുന്നത്. എവിടേക്കാണ് ഈ പണക്കം? എവിടേക്കാണ് ഈ തെറ്റല്? എവിടേക്കാണ് ഈ അകൽച്ച? ഭാര്യ കൂട്ടിനുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ അഹന്ത? തരക്കേടില്ലാത്തൊരു സ്റ്റാറ്റസ് നാട്ടിലുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ഈ അഹങ്കാരം? ഇല്ല സഹോദരങ്ങളെ, ദുർബലരാണ് നമ്മൾ. അതുകൊണ്ട് പിണക്കങ്ങൾ മറക്കാൻ ഈ ദുരന്തങ്ങൾ നമ്മെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. 5ാമത്തെ കാര്യം, ആത്മീയമായ ചില രക്ഷാകവചങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില രക്ഷാകവചങ്ങളുണ്ട്, അതിനെ നമ്മൾ സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖ്തിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. പടച്ചവനെ, കിട്ടിയ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് അങ്ങ് നീങ്ങിപ്പോകുന്നതിനെ തൊട്ട്, വതഹവ്വുലി ആഫിയതിക, ഇപ്പൊ നല്ലൊരു ആരോഗ്യാവസ്ഥ ആഫിയത്തുണ്ട്, അതൊക്കെ മറിയുന്നതിനെ തൊട്ട്, വഫുജാഅതി നിഖമതിക, പെട്ടെന്നുള്ള നിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച്, വജമീഇ സഖ്തിക, നിന്റെ മുഴുവൻ കോപങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. അതിന് പ്രാർത്ഥന പഠിക്കണം. അതിന് ആയുസ്സിലൊരല്പസമയം ദീനു പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കണം. ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ സഹോദരങ്ങളെ, ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് എന്തെല്ലാം ധാരണ നമുക്കുണ്ട്, എല്ലാ അപ്ഡേഷനും നമ്മുടെ അടുത്തുണ്ട്, അല്ലേ? ഒരു മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥന പഠിക്കാൻ ഒരു 10 മിനിറ്റ് സമയം മാറ്റിവെക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇതൊക്കെ എന്താ ചില രക്ഷാകവചങ്ങളാണ്. നമ്മൾ ഒരു ദിവസം തന്നെ പലയാവർത്തി 5 നേരത്തെ നിസ്കാരത്തിന്റെ ശേഷം, അപ്രകാരം തന്നെ വൈകുന്നേരങ്ങളിൽ പ്രഭാതത്തിൽ നാം ഉറങ്ങുന്ന സമയത്തൊക്കെ പറയുകയാണ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഒന്ന് അർത്ഥം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓതും, പ്രഭാതത്തിന്റെ പുലരിയുടെ റബ്ബിനോട് ഞാൻ രക്ഷ തേടുന്നു, മിൻ ശർരി മാ ഖലഖ്, പടച്ചോൻ സൃഷ്ടിച്ച എല്ലാറ്റിന്റെ ഷർറിൽ നിന്നും. മഴയാവട്ടെ, കാറ്റാവട്ടെ, വെയിലാവട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, കാർമേഘമാകട്ടെ, എന്തുകൊണ്ടൊക്കെ പടച്ചോന്റെ പടപ്പുകളിൽ നിന്ന് എന്തിൽ നിന്നൊക്കെ എനിക്ക് ഷർറുണ്ടാകോ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുന്നു. ഇന്ന് സുബഹിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് വിരലും അടക്കി നിവർത്തി ചൊല്ലാൻ നമുക്ക് പറ്റിയോ സഹോദരങ്ങളെ ഈ രക്ഷാകവചങ്ങളെ? അതൊക്കെ ചൊല്ലിയാലും ഒരുപക്ഷെ പരീക്ഷണങ്ങൾ വരും, അതിൽ ഖൈറുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. 6ാമത്തെ കാര്യം, നമ്മൾ സഹായിക്കണം, മനസ്സറിഞ്ഞു സഹായിക്കണം നമ്മുടെ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അർറഹീമൂന യർഹമുഹുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവരോട് കരുണാവാരിധിയായ റബ്ബ് പരമകാരുണ്യകൻ അവരോട് കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. ജാതി മത വർഗ വർണ്ണ പാർട്ടി വ്യത്യാസമില്ല, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതുകൊണ്ട് നമ്മുടെ കാരുണ്യം പെയ്തിറങ്ങേണ്ട സമയമാണിത്. കാരുണ്യം പെയ്തിറങ്ങണം. അതൊക്കെ എല്ലാ സംഘടനകളും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും അവിടെ സജീവമാണല്ലോ എന്ന് വിചാരിച്ച് നാം അശ്രദ്ധരാകരുത് സഹോദരങ്ങളെ. നേരത്തെ പറഞ്ഞ ഒരിറ്റിന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നിങ്ങൾ എന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസിന്റെ ബാക്കിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അങ്ങനെ മനുഷ്യൻ, അല്ലാഹ് പറയാൻ, മനുഷ്യൻ അങ്ങനെ ഓടി കിതച്ച് ദുനിയാവ് വാരിക്കൂട്ടും, ഒന്നും കൊടുക്കൂല.
എന്നിട്ട് ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ ഖുൽത, നീ പറയും അതസദ്ദഖു, ഞാൻ സദഖ കൊടുക്കാമെന്ന് പറയും. വ അന്ന അവാനു സദഖ, ഈ സമയത്ത് എന്ത് സദഖയാണടോ? പടച്ചോന്റെ ചോദ്യമാണ്. മരണം വരുമ്പോൾ കൊടുക്കാന്ന് വിചാരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താവശ്യമാണോ ആ ആവശ്യം നിറവേറ്റി സഹായത്തിന്റെ, കാരുണ്യത്തിന്റെ വർഷം പെയ്തിറങ്ങേണ്ട സമയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാവിയിൽ ഏതെങ്കിലുമൊക്കെ പള്ളി മിമ്പറുകളിൽ നമുക്ക് വേണ്ടി ഇത്തരം ഒരു സംസാരം ഉണ്ടാകുമോ? നമുക്കറിയോ? ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് ഉള്ളവരുണ്ടാകൂലേ? ഏറ്റെടുക്കാൻ ആളുണ്ടോ ഇനി? അതുകൊണ്ട് ഏതെങ്കിലും പള്ളി മിമ്പറുകളിൽ നമ്മളും സംസാര വിഷയമാകും. ആരെങ്കിലുമൊക്കെ നാം അറിയാത്ത മനുഷ്യർ നമുക്ക് വേണ്ടി കൈനീട്ടും. പിഞ്ചു പൈതങ്ങളാണ്. അവർ പണം ശേഖരിച്ച് വെച്ച് പെട്ടി പൊട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ കിട്ടുന്ന 1000 രൂപ, 500 രൂപ ഓരോ കൂലിപ്പണിക്കാരനും. ഇന്നത്തെ എൻ്റെ അധ്വാനം വയനാട്ടിലെ കാണാത്ത, പേരു കേട്ടിട്ടില്ലാത്ത, എവിടെയാണ് കഴിഞ്ഞിരുന്നതെന്നറിയാത്ത ആ സാധുവിന് മാറ്റിവെക്കാൻ നമുക്കും ഓഹരികൾ മാറ്റിവെക്കാനാകണം. ഈ നിലക്ക് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമുക്ക് കൂടിയുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ചില നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം.